ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ നല്ല അടിപൊളി മാന്തൾ കറിയാണ് കേട്ടോ. നല്ല തേങ്ങ അരച്ചിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മാന്തൾ കറി. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞിടാം കേട്ടോ. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നല്ല കൈ കൊണ്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നന്നായി കുഴച്ച ശേഷം നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ആവശ്യത്തിന് പുളി വേണ്ടവർക്ക് കൂടുതലെടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച് എടുത്തിട്ട് ഒഴിക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ മസാല വേവിച്ചെടുക്കാം. 2-3 പച്ചമുളക് ഇടാം കേട്ടോ. കീറിയിടേണ്ടവർക്ക് കീറിയിടാം, അല്ലാതെ ഇടേണ്ടവർക്ക് അല്ലാത്ത പോലെ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പുണ്ടാക്കണം കേട്ടോ. ഇത് ജസ്റ്റ് തേങ്ങ മാത്രം നമ്മൾ ചിരകിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ, അല്ലാണ്ട് അതിലൊന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചു. എന്നിട്ട് ഇത് മസാല നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മാന്തളുകൾ നമ്മൾ അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് മാന്തളാകുമ്പോൾ അധികം വേവ് വേണ്ട. ഒരു കുഞ്ഞ് മാന്തള കുട്ടികളൊക്കെ ആകുമ്പോൾ 1 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി കേട്ടോ. അല്ലാത്ത ഒരു 1.5 മിനിറ്റ് അത്ര മതി. പിന്നെ 2 കൈ സൈഡൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് പിന്നെ ഇളക്കണ്ട, അതാകുമ്പോൾ പൊട്ടും കേട്ടോ മാന്തൾ. അപ്പോൾ നമ്മൾ സൈഡ് ഒന്ന് 2 സൈഡും പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിത് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വേപ്പിൻ്റെ ഉള്ളവർക്ക് അതിടാം, ഞാൻ പിന്നെയും പറയുന്നു നമ്മുടെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇടാത്ത. വേപ്പിൻ്റെ ഇട്ട നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കറിയിലേക്ക് ഈ മൂപ്പ് ഉള്ളിയുടെ ഇത് ഒഴിക്കുക. നല്ല അടിപൊളി മാന്തൾ കറി റെഡി.